ശ്രീ PP ചിത്തരഞ്ജൻ. സാർ, മികച്ച പ്രകടനത്തിലൂടെ രാജ്യത്തിനാകെ അഭിമാനകരമാകുന്ന നിലയിൽ നമ്മുടെ പോലീസ് സേന പ്രവർത്തിക്കുന്നു. ഓരോ മലയാളിക്കും അതിൽ അഭിമാനിക്കാൻ കഴിയുന്നതാണ്. സാർ, എൻ്റെ ചോദ്യം, പോലീസ് സ്റ്റേഷനുകളിൽ ഈ പബ്ലിക് റിലേഷൻസ് ഓഫീസർമാരുടെ സംവിധാനം നിലവിലുണ്ടോ എന്നതിനെ സംബന്ധിച്ച്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഇപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പബ്ലിക് റിലേഷൻ ഓഫീസർ മാത്രമല്ല, അസിസ്റ്റൻറ്റ് പബ്ലിക് റിലേഷൻ ഓഫീസറും ഇപ്പോൾ സ്റ്റേഷനുകളിൽ വേണമെന്ന് കണ്ടിട്ടുണ്ട്. അതിൽ ഒന്ന് ഒരു വനിതാ പോലീസായിരിക്കണം എന്നും കണ്ടിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ടെലഗ്രാം എന്നീ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇരകളെ തേടിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തിയും വലിയ ലാഭ വാഗ്ദാനം നൽകിയും പണം തട്ടുന്ന രീതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് സംബന്ധമായി വിശദമാക്കാമോ? യെസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഇത് വളരെ സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു പ്രശ്നമാണ്. പലതരത്തിലുള്ള സൈബർ തട്ടിപ്പുകളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന തട്ടിപ്പാണ് ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ ഗ്രേഡ് ഫ്രോഡ്, ഓൺലൈൻ ട്രേഡിംഗ് ഫ്രോഡ്, ഇങ്ങനെയുള്ളവ. ഇത് ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ ഫ്രോഡിൽ ഇരയാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഒരു വീഡിയോ കോൾ ആദ്യം വരും. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വേഷവിധാനത്തിലിരിക്കുന്ന ഒരു സംഘത്തെയാണ് വീഡിയോ കോളിൽ കാണാനാവുക. അവരെ CBI, മുംബൈ പോലീസ് എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്നു. ഇരയാക്കാൻ ഉദ്ദേശിക്കുന്നയാളുടെ പേരിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്നും അതിൽ മയക്കുമരുന്ന് കണ്ടെത്തിയെന്നും പറയുകയാണ് പതിവ്. ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. വ്യാജ FIR, വാറണ്ടുകൾ എന്നിവ അയച്ചു കൊടുത്ത് ഇരയെ പൂർണ്ണമായും മുൾമുനയിൽ നിർത്തുന്നു. തുടർന്ന് ഇരയുടെ അക്കൗണ്ട് പരിശോധിക്കുന്നതിനായി അക്കൗണ്ടിലെ മുഴുവൻ പണവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നു. ഒരു അന്വേഷണ ഏജൻസിയും അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടില്ല എന്ന് നാം മനസ്സിലാക്കണം. അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും ബാങ്ക് മുഖാന്തരം ഏത് പരിശോധന നടത്താനും അന്വേഷണ ഏജൻസികൾക്ക് കഴിയുമെന്നിരിക്കെ അവർക്ക് പണം ട്രാൻസ്ഫർ ചെയ്യിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് വസ്തുത. സർ, രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഫ്രോഡാണ്. ഇരകളെ വാട്സാപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ചേർത്ത് നിക്ഷേപകർക്കുള്ള ക്ലാസുകളും മറ്റും നൽകി വിശ്വാസം പിടിച്ചു പറ്റുന്നു. തുടർന്ന് വലിയ തുകകൾ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ വെബ്സൈറ്റുകൾ വഴിയാണ് നിക്ഷേപം സ്വീകരിക്കുക. നിക്ഷേപകർക്ക് തങ്ങളുടെ യൂസർ അക്കൗണ്ടിൽ വലിയ ലാഭം നേടിയതായി കാണാൻ കഴിയുന്നു. എന്നാൽ നിക്ഷേപിച്ച തുക മുഴുവൻ നഷ്ടപ്പെടുകയും ലാഭം കിട്ടിയതായി കാണുന്ന തുക പിൻവലിക്കാൻ കഴിയാതെ വരികയും ചെയ്യുകയാണ് ഇരകൾക്ക് തട്ടിപ്പ് മനസ്സിലാകുന്നത്. സർ, ഇത്തരം കെണികളിൽ വീഴാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അടിയന്തര സഹായത്തിനായി ടോൾ ഫ്രീ നമ്പറായ 1930 ഇതിൽ പരാതിപ്പെടുകയാണ് വേണ്ടത്. പണം നഷ്ടപ്പെട്ട് ഒരു മണിക്കൂറിനുള്ളിൽ, അതാണ് അതിൻ്റെ ഗോൾഡൻ അവർ, ലഭിക്കുന്ന പരാതികളിൽ പണം വീണ്ടെടുക്കാൻ കഴിഞ്ഞ അനുഭവമുണ്ട്.